നമസ്കാരം. നമ്മുടെ മൊബൈലിൻ്റെ സിഗ്നൽ അല്ലെങ്കിൽ റേഞ്ച് കുറവായതുകൊണ്ട് നമുക്ക് കോൾ ഡിസ്കണക്റ്റ് ആവുക, അല്ലെങ്കിൽ കോൾ ഇങ്ങനെ മുറിഞ്ഞ് സംസാരിക്കാൻ പറ്റുക, ഈ രീതിയിലുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുക, നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഓഫീസിൻ്റെ പുറത്തേക്ക് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം ഇനിയില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൈഫൈ ത്രൂ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. അതായത് വാട്സപ്പ് കോൾ പോലെ ഡാറ്റ കോളിംഗ് അല്ല ഞാൻ പറയുന്നത്. വോയിസ് ഓവർ വൈഫൈ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ സാധാരണ കോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളെ വിളിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് വോയിസ് ഓവർ വൈഫൈ കോളിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വോയിസ് ഓവർ വൈഫൈ കോളിംഗ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ മൊബൈൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വോയിസ് ഓവർ വൈഫൈ കോളിങ്ങിന് നമുക്കൊരു 4G ഹാൻഡ്സെറ്റ് നിർബന്ധമാണ്. ഹാൻഡ്സെറ്റ് മാത്രം ഉണ്ടായാൽ നമുക്ക് വൈഫൈ കോളിംഗ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സിം കണക്ഷൻ, അതായത് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ഏതാണോ എന്ന് കൂടെ നോക്കണം. ഇപ്പോൾ ജിയോയ്ക്കും എയർടെല്ലാം നമുക്ക് ഈ ഒരു വോയിസ് ഓവർ വൈഫൈ കണക്ഷൻ എനേബിൾ ആണ്. BSNL 4G ഇപ്പോൾ കൂടി നമുക്ക് എനേബിൾ ആയിട്ടില്ല. അതുകൊണ്ട് BSNL സിം ഉള്ളവർക്കൊന്നും ഈ ഒരു ഓപ്ഷൻ വരുന്നതല്ല. അപ്പോൾ നമ്മൾ മിക്ക ആളുകളുടെ വീട്ടിലും വൈഫൈ കണക്ഷൻ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ രീതിയിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില സിറ്റുവേഷൻസ് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിൽ നിന്ന് തന്നെ ആരെങ്കിലും വിളിക്കേണ്ട ആവശ്യമെല്ലാം വരും. അപ്പോൾ വാട്സപ്പ് കോളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒട്ടും തന്നെ സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ട് അഡ്വാൻറ്റേജ്. അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ മൊബൈലിൽ ഒരു ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു വൈഫൈ കിട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വിളിക്കാൻ സാധിക്കും. അത് ഇതിൻ്റെ വലിയൊരു അട്രാക്ഷനാണ്. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ടെക്നോളജി ഫസ്റ്റ് നമുക്ക് 2G ആയിരുന്നു. 2G വന്ന സമയത്ത് നമുക്ക് GPRS വഴിയായിരുന്നു നമുക്ക് ഡാറ്റ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 3G വന്നു. 3G വന്നപ്പോൾ നമുക്ക് GPRS തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ വീഡിയോ കോളിംഗ് കൂടി നമുക്ക് എനേബിൾ ആയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് അന്ന് കാര്യങ്ങൾ നടന്നിരുന്നത്. അതിനുശേഷമായിരുന്നു നമുക്ക് 4G LTE വന്നത്. 4G LTE വന്നപ്പോഴായിരുന്നു നമുക്ക് കുറച്ചും കൂടി ഡാറ്റ എല്ലാം ഹൈ സ്പീഡ് ഡാറ്റ എല്ലാം കിട്ടാൻ തുടങ്ങിയത്. ഈ 4G LTEൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡാറ്റ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൾ വരുവാണ്. ഈ കോൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ അവിടെ സ്റ്റോപ്പ് ആവുകയും നമ്മൾ കോളിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നിരുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു 4G LTEക്ക്. അതിനുശേഷമായിരുന്നു വോൾട്ടി വന്നത്, വോയിസ് ഓവർ LTE. ഈ വോയിസ് ഓവർ LTE വന്നപ്പോൾ നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ടും ചെയ്യാം. നമുക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ബ്രൗസ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ നമുക്ക് പറ്റുന്നൊരു ഓപ്ഷനായിരുന്നു വോൾട്ടി വന്നത്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഈ വോയിസ് ഓവർ വൈഫൈ എന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് വൈഫൈ ത്രൂ ആണ് നമ്മുടെ കോൾസുകൾ പോകുന്നത്. ഈവൻ നമ്മൾ റേഞ്ച് ഇല്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞു നമ്മൾ ഒട്ടും തന്നെ റേഞ്ച് ഇല്ലെങ്കിൽ പോലും നമ്മൾ മറ്റൊരു വൈഫൈ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് വൈഫൈ കോളിംഗ് എന്നുള്ളത്. ഇനി നമ്മുടെ അടുത്ത ടെക്നോളജി പറഞ്ഞ് 5G ആണ്. 5G പറയുമ്പോൾ ഒരു ഹൈ ബാൻഡ് വിഡ്ത്താണ്. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ കൂടുതൽ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് 5G വരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഒരുപാട് ടവറുകളെല്ലാം വലിയ ഹൈറ്റിൽ ടവറുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇനി 5G വരുംതോറും നമുക്ക് ഈ രീതിയിലുള്ള വലിയ ടവറുകളൊന്നും കാണാൻ കഴിയില്ല. ചെറിയ ടവറുകൾ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് പുതിയ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമുക്ക് എങ്ങനെയാണ് ഈ വോൾട്ടി സെറ്റപ്പ് എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ വോൾട്ടി ഉള്ളത് ഏത് രീതിയിലാണ് സെറ്റപ്പ് ചെയ്യുക നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ മൊബൈൽ നെറ്റ്വർക്കാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് ഏത് സിമ്മിൽ നിന്നാണ് നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ 2 സിം നമ്പർ ഉണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാൻ ഏത് സിം, ഞാൻ SIM 2 ആണ് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ SIM 2 ആണ് സെലക്ട് ചെയ്യുന്നത്. SIM 2 സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈഫൈ കോളിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇതുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓൺ ചെയ്യുക. അതായത് ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്കത് ഓപ്ഷൻ എനേബിൾ ആവുള്ളൂ. ഇനി അതിന് 2 പ്രിഫറൻസ് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രിഫറൻസ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി അതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വൈഫൈ കോളിംഗ് പ്രിഫേർഡ് ഉണ്ട്, സെല്ലുലാർ കോളിംഗ് പ്രിഫേർഡ് ഉണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വൈഫൈയിൽ എപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വൈഫൈ ത്രൂ മാത്രമാണ് നമുക്ക് കണക്ഷൻ കോൾ പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, രണ്ടാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലുലാർ റേഞ്ച് ഇല്ലാത്തൊരു സമയത്ത് മാത്രമാണ് വൈഫൈ കോളിംഗ് പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അത് നമ്മുടെ ഏത് രീതിയിലാണ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ വൈഫൈ കോളിംഗ് മാത്രമാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി നമുക്ക് ഒരു വൈഫൈയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഏത് രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ വൈഫൈ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സിമ്പിളാണ് ആദ്യം കാണിക്കുന്നത്. ഇപ്പോൾ വന്നത് കണ്ടില്ലേ, വോയിസ് ഓവർ വൈഫൈ എന്നുള്ള ഓപ്ഷനും കൂടി നമുക്ക് എനേബിൾ ആയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കോൾ എങ്ങനെ ചെയ്ത് നോക്കാം. എന്താണ് കോൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം.
ഇപ്പോൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിമ്പലിൽ വ്യത്യാസം വന്നു, ഒരു അഡീഷണൽ വൈഫൈ എന്നുള്ള ഓപ്ഷനും കൂടി വന്നു കഴിഞ്ഞു, കണ്ടില്ലേ? ഇപ്പോൾ ഇത് വൈഫൈ ത്രൂയാണ് കോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ആ വൈഫൈ കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.